അതിന് മുമ്പാണെങ്കിലും 2 തവണ സെമി ഫൈനലിൽ എത്തിച്ച ക്യാപ്റ്റൻ. അപ്പോൾ അതിനു മുമ്പാണ് വിദർഭയോടാണ് തോറ്റിട്ടുണ്ടായിരുന്നത്. ഇത്തവണയാണ് സമനിലയിൽ വിദർഭ കപ്പടിച്ചു. പക്ഷെ ഇത്തവണ എനിക്ക് തോന്നുന്നത് ഓൾറൗണ്ടർമാരെ ചില ആളുകൾ പരിക്കുണ്ടായിരുന്നു. അഭ്യാസത്തിന്റെ പരിക്ക്. അപ്പൊ അതും കൂടി മികച്ചിരുന്നെങ്കിൽ ഒരു കപ്പ് നേടാമെന്നുള്ള പ്രതീക്ഷ. അല്ല, നമ്മളിപ്പം നമ്മുടെ മെയിൻ 2 പ്ലേയേഴ്സ് ആണ് മിസ് ഔട്ട് ആയത്. ബാബ അപരിജിത്തും നമുക്ക് സഞ്ജുവും ഇഞ്ചേർഡായി. അപ്പൊ ആ 2 പ്ലേയേഴ്സ് ഇല്ലാതെയാണ് നമ്മൾ ഇത്രയും ഒരു പൊസിഷനിൽ എത്തിയത്. അപ്പൊ ശരിക്കും നമ്മളത് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ബാബ അപരിജിത്തിന്റെ ഒരു എക്സ്പീരിയൻസ്, കാരണം അത്രയും രഞ്ജി ട്രോഫി മത്സരം കളിച്ച് തമിഴ്നാട് കളിച്ചൊരു പ്ലെയർ ആണ്. പ്ലസ് ഹീസ് ഒരു ഓൾറൗണ്ടർ കൂടെയാണ്. അപ്പൊ നമ്മൾ ബാറ്റിങ്ങിലും ബോളിങ്ങിലും അദ്ദേഹത്തിന്റെ നമ്മൾ ഫസ്റ്റ് മാച്ച് തന്നെ കണ്ടതാണ് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്. നമ്മൾ ആ ഒരു മധ്യപ്രദേശ് മാച്ചിൽ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ കാല് വയ്യാണ്ട് പോലും നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത് നമുക്ക് അവിടെ നിന്ന് ആ ഒരു 3 പോയിന്റ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പ്ലെയർ ശരിക്കും നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്കൊന്നു എല്ലാം ഒരു നമ്മളൊരു ബാഡ് ലക്ക് എന്ന് അവിടെയും പറയാൻ പറ്റില്ല. പ്ലസ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇമ്രാനും നമ്മുടെ വരുൺ നായറിനൊക്കെ നമുക്കിപ്പം ലോകം ഫുള്ള് കാണാൻ സാധിച്ചത്. ഇല്ലെങ്കിൽ ഇപ്പം ബാബ അപരിചിതം ഉണ്ടായിരുന്നെങ്കിൽ ഇമ്രാൻ ഇപ്പൊ ഒരു മാച്ചിൽ കളിക്കും ഉണ്ടാവത്തുണ്ടാവില്ല. അപ്പം അതെല്ലാം നല്ലതിന്, കാരണം ഞാനെല്ലാം അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. എവറിത്തിങ് ഹാപ്പൻ ഫോർ എ റീസൺ, എവറിത്തിങ് ഈസ് ഹാപ്പനിങ് ഫോർ എ റീസൺ എന്നുള്ളൊരു കാര്യം. സോ യെസ്, മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിനെ കൗണ്ടർ ചെയ്യാനുള്ള താരങ്ങൾ നമ്മുടെ ടീമിലുണ്ട്. ശരിക്കും ഇത് ഭയങ്കര ചലഞ്ചിങ് തന്നെയായിരുന്നു. കാരണം ആ ഒരു ഫോമാറ്റിൽ നിന്ന് മാറി വീണ്ടും ഒരു T20 കളിക്കുക, പിന്നെ ഒരു 50 ഫോമാറ്റ് കളിക്കുക, പിന്നെ വീണ്ടും കളിക്കുക എന്നുള്ള കാര്യം. കാരണം ക്രിക്കറ്റ് എന്ന് പറഞ്ഞ ഗെയിം ഈസ് ഓൾ അബൌട്ട് ഒരു ഹാൻഡ്ലിങ് ആ ഒരു ചലഞ്ച് ഹാൻഡിൽ ചെയ്യുന്നത് തന്നെയാണ്. അപ്പൊ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ടെസ്റ്റ് ക്രിക്കറ്റിൽ നമുക്ക് ഒരു T20 പോലെ കളിക്കേണ്ട സിറ്റുവേഷൻ വരും, 1 ഡേ പോലെ കളിക്കേണ്ട സിറ്റുവേഷൻ വരും, നമ്മൾ മുട്ടേണ്ട ഒരു സിറ്റുവേഷനും വരും. അപ്പോൾ ഇനി T20-യിലായിരിക്കും ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ഒരു 5 വിക്കറ്റ് പോയാൽ നമ്മളൊരു 1 ഡേ പോലെ കളിക്കേണ്ട സിറ്റുവേഷൻ വരും. അപ്പം അതൊക്കെ ഉൾക്കൊള്ളേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പൊ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ടെസ്റ്റിൽ വരെ T20 പോലെ കളിക്കുന്ന ഒരു സ്റ്റേജ് ആണ് ഇപ്പൊ നമ്മൾ പോകേണ്ടത്. പക്ഷെ ക്രിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നതും അത് തന്നെയാണ്. നമ്മൾ ആ ഒരു സാഹചര്യമായി പൊരുത്തപ്പെട്ട് കളിക്കുക തന്നെയാണ് അതിന്റെ ഒരു ബ്യൂട്ടി. അപ്പം എനിക്കൊരു ഈ വർഷം BCC ഒരു എക്സ്പെരിമെന്റ് പോലെ അവർ നോക്കിയതാണ്. അപ്പൊ ഈ നമുക്ക് ഫൈനലിലും മത്സരത്തിന് മുന്നേ ടീം മീറ്റിംഗിലും അവരുടെ ഒരു BCCയുടെ പ്രതിനിധി വന്ന് നമ്മൾ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു യെസ്, നമുക്കൊരു കറക്റ്റ് ഒരു ബ്രേക്ക് കിട്ടും. കാരണം എന്താ 7 മാച്ച് കളിക്കുക അല്ലെങ്കിൽ 10 മാച്ച് കളിക്കുക എന്നുള്ളൊരു കാര്യം ഭയങ്കര ഒരു ബാറ്റ്സ്മാൻമാർക്ക് കുഴപ്പമില്ല, ആസ് എ ബോളേഴ്സ്. കാരണം ബാക്ക് ടു ബാക്ക് ഗെയിംസ് കളിക്കുമ്പോഴത്തേക്കും അവർക്കും ആ ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ അവർക്ക് പല ടീമിലും ചെയ്യുന്ന വെച്ചാൽ ഒരു 3 ഫാസ്റ്റ് ബോളേഴ്സ് 3 മാച്ച് കഴിഞ്ഞിട്ട് ആ ഒരു ഫാസ്റ്റ് ബോളറിന് റെസ്റ്റ് കൊടുത്തിട്ട് വീണ്ടും ഒരു മാച്ച് ബ്രേക്ക് കൊടുത്തിട്ട് അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ അത് എസ്പെഷ്യലി നമ്മുടെ ട്രെയിനറിനും ഫിസിയോയ്ക്കും വലിയൊരു കയറി കൊടുക്കണം. കാരണം നമ്മൾ ഈ വർഷം നമുക്ക് നമ്മുടെ എല്ലാ ഫാസ്റ്റ് ബോളേഴ്സും ഭയങ്കര നല്ല രീതിയിൽ ഒരു ഇഞ്ചുറി കൂടാതെ കഴിഞ്ഞ 3 വർഷം നോക്കിയാൽ മതി, നമുക്ക് വലിയ ഇഞ്ചുറീസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതൊരു ചലഞ്ചിങ് തന്നെയായിരുന്നു. ബട്ട് എനിക്ക് തോന്നുന്നു ഈ വർഷം ചിലപ്പോൾ ഒരു ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്.